आपके दो मंत्री ही जनमानस में, जनता की नजर में शंका के घेरे में, നിങ്ങളുടെ രണ്ടു മന്ത്രിമാർ അവർ ജനമനസ്സുകളിൽ നിന്ന് കുറ്റവാളികളാണ്. आप कैसे न्याय कर सकते हो? അവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? आप कैसे न्यूट्रल जांच कर सकते हो? അവരോട് നിങ്ങൾക്ക് न्यूट्रल जांच അവരോട് എങ്ങനെയാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കുക? मित्रों, यूडीएफ भी नहीं कर सकता, യുഡിഎഫിനും ഇത് സാധ്യമാകില്ല. क्योंकि उनके भी नेतृत्व के साथ साठ गांठ के पूरा मतलब प्रूफ जनता में वायरल हुए. കാരണം അവരുടെ നേതാക്കന്മാരും പ്രതികളോടൊപ്പം നിൽക്കുന്നതിന്റെ തെളിവുകൾ ഇന്ന് ജനങ്ങളുടെ ഇടയിലുണ്ട്. आज मैं भारतीय जनता पार्टी की ओर से, ये पूरे सम्मेलन की ओर से, चुने हुए प्रतिनिधियों की ओर से केरल के मुख्यमंत्री के सामने मांग करना चाहता हूं कि ये जांच को एक न्यूट्रल एजेंसी को आप स्वयं ही सौंप दे. ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ പേരിൽ, കേരളത്തിന്റെ പേരിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ശബരിമലയുടെ അന്വേഷണം ഒരു നിഷ്പക്ഷ ഏജൻസിയെ ഏൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? मित्रों, जब तक न्यूट्रल एजेंसी जांच नहीं सौंपी जाएगी, भारतीय जनता पार्टी केरल के हर गांव में इसके लिए आंदोलन करेगी, जन जागृति का काम करेगी. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾ നടത്തിയില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ വീട് വീടാന്തരങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ ഇതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം അഴിച്ചുവിടും. डेमोक्रेसी है विजयन साहब, यहाँ पर मनमानी नहीं चलती है. हम जनता को जागरूक कर कर आपके खिलाफ खड़ा कर देंगे. आपको न्यूट्रल जांच देनी ही पड़ेगी. പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് നിങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണത്തിന് വഴങ്ങേണ്ടി വരും, അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും. मित्रों, ये हमारे विश्वास का, हमारी आस्था का संरक्षण नहीं कर सकते. സുഹൃത്തുക്കളെ, ഇവർക്ക് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. और जब आप पूरे केरल को विकसित नहीं बना सकते हो, पूरे केरल को सुरक्षित नहीं बना सकते हो और पूरे केरल की आस्था का संरक्षण भी नहीं कर सकते हो, तो आपको फिर से चुनकर लाने के कोई कारण उपलब्ध नहीं है. पिनराई विजयन साहब, आपका जाने का समय आ गया है. പിണറായി വിജയനോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മുഴുവൻ കേരളത്തെയും വികസിപ്പിക്കാൻ, മുഴുവൻ കേരളത്തെയും സുരക്ഷിതമാക്കാൻ, കേരളത്തിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകാനുള്ള അവസരമായിരിക്കുന്നു. നിങ്ങൾക്ക് തിരികെ വരാനുള്ള ഒരു അവസരവും ഇനി കിട്ടില്ല. और मित्रों, मैं आज आप सबके माध्यम से केरल की जनता को स्पष्टता से बताने आया हूं, यूडीएफ और एलडीएफ ये जो कर रहे हैं वो नूरा कुश्ती है, नाटक. എല്ലാവരോടും നിങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് എൽഡിഎഫും യുഡിഎഫും തമ്മിൽ നടത്തുന്നത് തട്ടിപ്പാണ്, നാടകമാണ്. कांग्रेस को जब भी बहुमत में कमी थी, पिछले 5 दशक से कम्युनिस्टों ने कांग्रेस का समर्थन किया है. കോൺഗ്രസിന് എപ്പോഴൊക്കെ ഭൂരിപക്ഷത്തിന് കുറവുണ്ടായിട്ടുണ്ടോ, കഴിഞ്ഞ 50 വർഷമായി അവരെ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷമാണ്. मित्रों, जब त्रिपुरा में उनको जरूरत थी, तब भी कांग्रेस ने कम्युनिस्टों का समर्थन किया. ത്രിപുരയിൽ സിപിഎമ്മിന് ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ കോൺഗ്രസ് അവരെ പിന്തുണച്ച് അധികാരത്തിലെത്തിച്ചു. और ये तो केरल और बंगाल का चुनाव साथ में है. കേരളത്തിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് അടുത്തടുത്താണ്, ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്. वरना इस बार बंगाल में भी वो इलू इलू करने वाले थे. ബംഗാളിലും അവര് ഇന്ന് പ്രേമത്തിലാണ്, അവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. मगर मैं आज कह कर जाता हूं, बंगाल में कम्युनिस्ट भी जीरो है, कांग्रेस भी जीरो है. भारतीय जनता पार्टी वहां सरकार बनाने जा. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ബംഗാളിലും കോൺഗ്രസ് പൂജ്യമാണ്, സിപിഎമ്മും പൂജ്യമാണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. मित्रों, ये 2024, 2025 ये दोनों भारतीय जनता पार्टी के लिए बहुत सफल वर्ष रहे हैं. ഈ 2024 25 എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വൻ വിജയത്തിന്റെ വർഷങ്ങളാണ്. 2024 में मध्य प्रदेश, राजस्थान, छत्तीसगढ़ में हमने फिर से विजय प्राप्त करी. 2024 രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും നാം വീണ്ടും അധികാരത്തിലെത്തി. 2024 में नरेंद्र मोदी जी तीसरी बार
देश के प्रधानमंत्री बने। 24-ലാണ് മോദിജി മൂന്നാമതും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. 2024 में ओडिशा में पहली बार भारतीय जनता पार्टी की पूर्ण बहुमत की सरकार बनी। 2024 ഒഡീഷയിൽ ആദ്യമായി സമ്പൂർണ്ണ വിജയത്തോടു കൂടി ബിജെപി അധികാരത്തിലെത്തി. 2025 में हमने हरियाणा जीता, महाराष्ट्र जीता और 27 साल के बाद दिल्ली में भारतीय जनता पार्टी की सरकार बनी। 2025 നാം ഹരിയാന വിജയിച്ചു, മഹാരാഷ്ട്ര വിജയിച്ചു. 27 വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ ഭരണത്തിൽ തിരിച്ചെത്തി. और 2025 में भी लगातार 5वीं बार एनडीए की सरकार बिहार में बनी। 2025 തുടർച്ചയായി അഞ്ചാമതും ബീഹാറിൽ എൻഡിഎയുടെ ഭരണം തിരിച്ചു വന്നു. ये 24 और 25 की हमारी जो विजय यात्रा है, इसको जारी रखने की जिम्मेदारी बंगाल और केरल की है. ഈ 25 വിജയയാത്ര 26 തുടരാനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള അവസരം ബംഗാളിലും കേരളത്തിലുമാണ്. देश भर के कार्यकर्ता बंगाल और केरल के कार्यकर्ताओं से आस लगाकर बैठे हैं. ദേശത്തിലെ രാജ്യത്തെ മുഴുവൻ പ്രവർത്തകരും ബംഗാളിലെയും കേരളത്തിലെയും പ്രവർത്തകർക്ക് പിന്തുണയുമായിട്ടുണ്ട്. मित्रों, मैं जानता हूं, जब मुझे समाचार मिला कि त्रिवेंद्रम में हम बहुमत प्राप्त करे हैं, देश भर के कई कार्यकर्ता हर्ष के आंसू के साथ रोते हुए मेरे पास समाचार आए हैं. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ സന്തോഷം കണ്ണീര് കൊണ്ട് ആനന്ദാശ്രുവോടുകൂടി സന്തോഷിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. शायद उन्होंने कभी केरल नहीं देखा है, അവർ ഇന്നേവരെ ഒരുപക്ഷെ കേരളത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. मगर वो जानते हैं कि हमारे सैकड़ों कार्यकर्ताओं ने अपनी जान का बलिदान केरल में पार्टी को मजबूत करने के लिए दिया है. പക്ഷേ അവർക്കറിയാം, കേരളത്തിലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പാർട്ടി കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വിജയമുണ്ടായത് എന്ന്. अब आप सोचिए, एक म्युनिसिपल कॉरपोरेशन जीतने से इतना आनंद होता है, तो मुख्यमंत्री जब भाजपा का बनेगा, हमारे कार्यकर्ताओं का मन कैसा होगा. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മളുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ വിജയിച്ചപ്പോൾ ഇത്ര വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ബിജെപിയുടെ മുഖ്യമന്ത്രി ഉണ്ടായാൽ രാജ്യം മുഴുവൻ ഉണ്ടാകുന്ന അന്തരീക്ഷം എന്തായിരിക്കും? ये चुनाव तक हम में से किसी को भी आराम का अधिकार नहीं है. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അധികാരത്തിൽ തുടരാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നമ്മുടെ പ്രവർത്തകർക്ക് വിശ്രമിക്കാൻ അവസരമില്ല. हर गांव, हर बूथ के अंदर भारत माता की तस्वीर, हमारे नेता नरेंद्र मोदी की तस्वीर और कमल का फूल लेकर जाना है. ഓരോ ബൂത്തിലും ഓരോ ഗ്രാമാന്തരങ്ങളിലും താമരയുമായും നമ്മുടെ മോദിജിയുടെ ചിത്രവുമായി നമ്മുടെ പ്രവർത്തകർ കടന്നു ചെല്ലണം. और उनको विश्वास दिलाना है कि पूर्ण विकसित केरल भाजपा कर सकती है, एनडीए कर सकता है. അവർക്ക് നാം വിശ്വാസം ജനിപ്പിക്കണം. ബിജെപിക്ക് മാത്രമേ കേരളത്തിൽ സമഗ്രമായ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന്. सुरक्षित केरल भाजपा और एनडीए ही कर सकते हैं. സുരക്ഷിത കേരളം എൻഡിഎക്ക് മാത്രമേ സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. और हमारे आस्था का संरक्षण भी केवल और केवल भाजपा और एनडीए कर सकते हैं. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻഡിഎക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. मुझे विश्वास है, हमारे प्रदेश अध्यक्ष राजीव चंद्रशेखर के नेतृत्व में आप सभी लोग इस बार 2026 में यूडीएफ एलडीएफ की ये म्यूजिकल चेयर को समाप्त कर भारतीय जनता पार्टी की सरकार बनाए. എനിക്കുറപ്പുണ്ട്, നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ഈ 2024 എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും കസേരകളി അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിൽ കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. मुझे बताइए, आप लोग विश्वास से सरकार बनाने के लिए परिश्रम करेंगे क्या? നാം സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറുണ്ടോ എന്ന് പറയൂ. जरा जोर से जवाब दीजिए, करेंगे क्या? केरल में सरकार बनाएंगे क्या? കേരളത്തിൽ സർക്കാർ तो ഉണ്ടാക്കില്ലേ? मेरे साथ दोनों हाथ उठाइए, എല്ലാവരും കൈകൾ ഉയർത്തി, രണ്ട് കൈകളും. विजय के संकल्प की मुट्ठी भींच कर बोलिए, भारत माता की ജയ്, भारत माता की ജയ്,
वंदे मातरम वंदे। मातरम। आप सभी का बहुत बहुत धन्यवाद और फिर से अभिनंदन।